നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ രേണുസുധിയുടെ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തിയുടെ വീഡിയോ ചെയ്യുമ്പം കുറേ ആളുകൾ ചിലർ വന്നിട്ട് പറയും, ഇതെന്താ നിങ്ങൾ ഇവരെ കുറിച്ച് എപ്പോഴും ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ലേ എന്ന്. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടുതൽ റീച്ച് നൽകിയിരിക്കുന്ന ഈ റിയാക്ഷൻ വീഡിയോക്കാർ അവരെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രമാണ് അവരത്രയധികം റീച്ചിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരുപാട് കണ്ടന്റ് ഇട്ട് തരുന്നുമുണ്ട്. അത് വീഡിയോസാക്കിയ റിയാക്ഷൻ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇത് കാണുകയും ചെയ്യും. അതിനുശേഷം കണ്ടിട്ട് വെറുതെ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ രേണുവിനെക്കുറിച്ച് അവരെ അവരുടെ പണിക്ക് വിട്ടുകൂടെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ഇപ്പം നമുക്ക് വിഷയത്തിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ രേണു ചേച്ചിയെ UAE പോയി എന്നുള്ള വിവരം നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞു കാണും. അപ്പോൾ ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റിൻ്റെ ഇനാഗ്രേഷൻ പരിപാടിക്കായിട്ടാണ് പുള്ളിക്കാരത്തി പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പം ചെന്ന് കാണിക്കുന്ന പരിപാടികളാണ് നിങ്ങളിപ്പം കണ്ടിരിക്കുന്നത്. അന്നേരം പുള്ളിക്കാരത്തിക്ക് ബാറ് അല്ലെങ്കിൽ കള്ള് ഷാപ്പ് അങ്ങനെ അതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമെന്നാണ് തോന്നുന്നത്. അത് ഇപ്പം പുള്ളിക്കാരത്തിയാണ് സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം 49-45 രൂപയെ തുടങ്ങിയത് 189 ഇപ്പോൾ 200-ന് മുകളിലേക്കെങ്ങാണ്ട് എമൗണ്ട് ആയി എന്നും പറയുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരത്തി 2 ലക്ഷത്തിൽ മേളിൽ പൈസ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. 1000-ന് മുകളിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആളുകളുടെ എണ്ണവും ആയി എന്നാണ് പറയുന്നത്. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഹോട്ട് സീനുകൾ കാണാൻ വേണ്ടിയിട്ട് ഇത്രയധികം ഞരമ്പന്മാരുണ്ടെന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് ലജ്ജ തോന്നുന്നത്. പുള്ളിക്കാരത്തിയോട് ഈ എയർപോർട്ടിൽ വന്നപ്പം മീഡിയക്കാർ പിന്നെ ഒരു പണിയില്ലാതെ രേണുസുധി എന്നൊരു വ്യക്തിയെ കുറിച്ച് മാത്രം ഇങ്ങനെ അവരെ ഇങ്ങനെ എന്താ പറയുന്നത്, അവരെ ഇങ്ങനെ നോക്കി ഫോക്കസ് ചെയ്ത് അവരെവിടെ പോകുന്നുണ്ട്, എന്താണ് കാണിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ മീഡിയക്കാരുണ്ട്. അത് ഇനി ഇവർ കൂടെ കൂട്ടുന്നതാണോ എന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചോദിക്കുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ഹോട്ടായിട്ടുള്ളതാണോ കാണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവർ 100% ഇവർ ഇതുവരെയും ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ നമുക്കൊക്കെ കുറേ ആളുകൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. കണ്ടതെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആളുകൾ അത് ആ ഫോട്ടോകൾ ലീക്കാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കാണാൻ സാധിച്ചിരിക്കുന്ന ഫോട്ടോകളെന്ന് പറയുന്നത് എല്ലാം തന്നെ ഹോട്ടായിട്ടുള്ളത് തന്നെയാണ്. എല്ലാം എന്താ പറയുന്നത്, പുള്ളിക്കാരത്തിയുടെ പുക്കിൾ കാണിച്ചും മാറിടം കാണാവുന്ന രീതിയിലുള്ള പ്രദർശന ഡ്രസ്സുകൾ ഇട്ടും അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 100% പുള്ളിക്കാരത്തി ഹോട്ടായിട്ട് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സെലിബ്രിറ്റികൾ വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ മാത്രം എന്താണ് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്, എന്നെ മാത്രം എന്തിനാണ് വിമർശിച്ചിരിക്കുന്നതെന്ന്. അഹാനെ പോലെയുള്ള വലിയ വ്യക്തികൾ അവരൊന്നും പക്ഷേ ഹോട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോകുന്ന ട്രിപ്പ് അതൊക്കെയാണ് കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്നത്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ, എന്നാൽ മാത്രമേ റീച്ച് ആവുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശമാണ്. ആദ്യമൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് പിന്നെ പകുതി ഡ്രസ്സായി ഇപ്പം വയറും പുള്ളിക്കാരത്തിക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും പുക്കിൾ കാണിക്കുന്ന രീതിയിൽ തന്നെയുള്ള വസ്ത്രധാരണമാണ് പുള്ളിക്കാരത്തി അതെൻ്റെ പുക്കിൾ അത്രയും വലിയ തമന്നയുടെ പോലെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി ചിന്തിച്ച് വെച്ചേക്കുന്നത്. സ്വയം അങ്ങനെയാണ് പുള്ളിക്കാരത്തി വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരത്തി ഇപ്പോൾ അതൊക്കെ പ്രദർശിപ്പിക്കുന്ന പ്രദർശന വസ്തുവായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പം ഈ ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റിൻ്റെ പരിപാടിക്ക് പോയപ്പോഴും ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ആ ഡ്രസ്സ് ഇട്ട് സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത് എന്താ പറയുന്നത്, വയറൊക്കെ കാണാവുന്ന രീതിയിൽ പാവാടയൊക്കെ താത്തി ഇറക്കി വെച്ചേക്കുന്ന രീതിയിൽ. എന്നാൽ നോർമലായിട്ടുള്ള വീഡിയോസിൽ വന്നിരിക്കുന്നത് അങ്ങനെ ശരീരം കാണാത്ത രീതിയിലും അത്ര വലിയ ഇതിലായിട്ട് അല്ല വന്നേക്കുന്നത്. അപ്പോൾ പൈസ കൊടുക്കുന്നവർക്ക് പ്രദർശനം എന്തും പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു ലെവലും, അല്ലാത്തുള്ളവർക്ക് നോർമലായിട്ടുള്ള രീതിയും ചേച്ചി അങ്ങനെ ചിന്തിച്ചാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. എന്തായാലും ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ എണ്ണമുണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇത്രയും ദാരിദ്ര്യമെന്ന് ഓർക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. അതുതന്നെയല്ല, ഈ പുള്ളിക്കാരത്തി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വളർന്നു വരുന്ന മകനെക്കുറിച്ച് ഉള്ള ചിന്തയൊന്നുമില്ല. ഇപ്പം പണം പണം എന്ന് മാത്രം ഒരു കാര്യം മാത്രം പുള്ളിക്കാരത്തി
ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയും റീച്ച് ആകണം, പണം സമ്പാദിക്കണം, അതിനെന്ത് വേണമെങ്കിലും കാണിക്കാൻ മടിയില്ലാത്ത രീതിയിലാണ്. ഇപ്പം ഇത്രയും ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഏതൊക്കെ ലെവലിലേക്ക് വരുമെന്നും അറിയത്തില്ല. പക്ഷേ നമ്മളാരെങ്കിലും പുള്ളിക്കാരത്തിയെ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. അന്നേരം കേസിന് പോവുക എന്നും പറഞ്ഞൊരു പേടിപ്പിക്കലും കൂടെ. എന്ത് പറഞ്ഞാണ് കേസിന് പോകുന്നതെന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ്. കാരണം ഇതൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ ഫോട്ടോ ഇതൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ഇട്ടത് എല്ലാം പുറത്തേക്ക് വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇങ്ങനെയുള്ള ഹോട്ടായിട്ടുള്ള പിക്ചർ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരെ കാണിക്കേണ്ടി വരുന്ന അവസ്ഥ ഓർത്തിട്ടാണ് ചിരി വരുന്നത്. അത് പുള്ളിക്കാരത്തി എന്നിട്ട് പറയും, നിങ്ങളെന്നെ ഇട്ടു, നിങ്ങളെൻ്റെ വീഡിയോ ചെയ്തോളൂ, എനിക്ക് അത്രയും എന്താ അത്രയും നല്ല റീച്ച് ആവുമല്ലോ, സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പരിപാടി തുടങ്ങിയതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോകൾ, എന്താ റിയാക്ഷൻ ഓളികൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു, അപ്പോൾ എനിക്ക് ഒന്നും കൂടെ പ്രൊമോഷൻ ആക്കി തരുവാണ് ചെയ്തത്, അതിന് നന്ദിയെന്ന് പറഞ്ഞിട്ടാണ് അതേ വായിൽ പുള്ളിക്കാരത്തി കൊണ്ടുവന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പം കേസ് കൊടുക്കാമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാലും ഇത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണോ, എന്നാൽ പിന്നെ എന്തിനാ ഞങ്ങൾ പൈസ കൊടുത്ത് കാണേണ്ട കാര്യമില്ലല്ലോ, ഇതിങ്ങനെ കാണാൻ പറ്റും, പിന്നെ എന്തിനാ ഞങ്ങളുടെ കയ്യിലെ പൈസ പോകുന്നതെന്നുള്ളൊരു ധാരണ വരുമ്പോൾ കുറേ ആളുകൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യാതെ പോകും. അതോർത്തുള്ള പേടി കൊണ്ടാണ് കേസ് കൊടുക്കും, ഇനി ഇത് ലീക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് അത് സൂക്ഷിച്ച് വെച്ചോളൂ, പുറത്താക്കാതിരുന്നാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണേണ്ട ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, പിന്നെ എന്തിനാണ് നിങ്ങൾ പുറത്ത് വിടുന്നതെന്നാണ്. പിന്നെ പറ്റിയ ഒരു സംഭവം തന്നെ പുള്ളിക്കാരത്തിയുടെ അതെടുത്ത് പേഴ്സിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ പിക്ചറല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഓർക്കുന്ന ഐശ്വര്യ റായിയാണ് താൻ എന്നുള്ളൊരു ലെവലാണ്. വന്ന വഴി മറന്നുപോയൊരവസ്ഥയാണ് രേണുസുധിയെ ഇപ്പം കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എന്താ പറയുന്നത്, തലമുടിയൊക്കെ ചുമപ്പിച്ച് പല സമയത്ത് പല രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ്. അത് മുടി ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ മുടിയില്ല. അങ്ങനെ ഇപ്പം പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ശരീരം ഒക്കെ എന്താ രക്ഷ ചെയ്ത് ഭയങ്കര ആയുർവേദ, കഴിഞ്ഞ ദിവസം കണ്ടു എന്തായാലും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി പോവുകയാണ്. അപ്പോൾ അതെന്തും ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം, അതൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ വന്ന വഴി മറന്നു പോവുകയും അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളോട് ഒട്ടും നന്ദിയില്ലായ്മ വന്നതുകൊണ്ടാണ് ഇവരെ ആളുകൾ ഇത്രയും വിമർശിക്കാനുണ്ടായ കാരണം. അത് ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന നെഗറ്റീവ് സംസാരങ്ങൾ കൊണ്ടാണ് അവർ അത്രത്തോളം വിമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഇനിയിപ്പം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, അവർ റീച്ച് എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം നെഗറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്ന പ്രവൃത്തി. അതുപോലെ തന്നെ അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഡബിൾ മീനിങ്, അതൊക്കെയാണ് അത്രത്തോളം ആളുകളെ വിമർശിക്കാനുണ്ടായിരിക്കുന്ന ഒരു മെയിൻ കാരണം എന്നുള്ള കാര്യം രേണുവിന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ രേണുവിനെ വിമർശിക്കുമ്പോൾ രേണു കരുതുന്ന അവരെ എന്തോ പ്രത്യേകിച്ച് അവരോടെന്തോ വൈരാഗ്യം പോലെയാണ്. പക്ഷേ അവരുടെ പ്രവൃത്തി കൊണ്ടുണ്ടായിരിക്കുന്ന കെറുവാണ് ആളുകൾക്ക് ഇത്രത്തോളം അവരെ വിമർശിക്കാനിടയായതും ആ വിമർശനമാണ് രേണുവിനെ ഇത്രയും റീച്ചിലേക്കാക്കി മാറ്റിയതെന്നുള്ളതും അത് ഒരു സത്യം തന്നെയാണ്. എന്തായാലും പുള്ളിക്കാരത്തി ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റിൽ പോയി എന്തൊക്കെ പരിപാടികളാണ് പുള്ളിക്കാരത്തി കാട്ടിക്കൂട്ടുന്നതെന്നുള്ളത് ഓരോ ദിവസം ഓരോ റീൽസായിട്ട് വരുന്നുണ്ട്, പുള്ളിക്കാരത്തിയുടെ വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏപ്രിൽ 2-ാം തീയതിയാണ് തിരിച്ചു വരുന്നതെന്ന് പറയുന്നത്. ഇനി തിരിച്ചു വന്നു കഴിയുമ്പം ഇനി കുറേ കണ്ടൻറ്റ് പോകാൻ നേരത്ത് ഇട്ട് കൊടുത്തിട്ടാണ് പോയത്. ഇനിയും തിരിച്ചു വന്നു കഴിയുമ്പോഴും ഇനി എന്തൊക്കെ കണ്ടൻറ്റുകൾ കൊണ്ടാണ് വരുന്നതെന്നറിയത്തില്ല. എന്തായാലും ആ വരുന്നിടം വരെയുള്ള കണ്ടൻറ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പല ഇതായിട്ട് ഇട്ട് വായിന്ന് വീഴുന്ന വാക്കുകൾ കുറേ എണ്ണം മീഡിയക്കാരുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് പോയേക്കുന്നത്. പുള്ളിക്കാരത്തി പറഞ്ഞ് പറയിപ്പിച്ച് ചോദിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇവരെവിടെ പോയാലും എങ്ങനെയാണ് ഈ മീഡിയക്കാർ ഇതുപോലെ ഇങ്ങനെ മണത്ത് വരുന്നതെന്ന് അറിയത്തില്ല. കാരണം പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, ഇന്ന ദിവസം ഞാൻ ഇന്നടുത്താണ്, നാളെ കാലിക്കറ്റിലാണ്, അല്ലെ എറണാകുളത്താണ്, ട്രിവാൻഡ്രത്താണ്, എനിക്കൊരു ഇനാഗുറേഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. പറയുമ്പോഴത്തേക്കിന് കുറേ എണ്ണം ഇങ്ങനെ ക്യാമറയും തൂക്കി പോവുകയാണ് ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള സംസാരങ്ങളാണ്. ഒരു സെലിബ്രിറ്റിയോടെ അടുത്തും ചോദിക്കുകയില്ലാത്ത സൈസുള്ള ചോദ്യങ്ങളാണ് ഈ സ്ത്രീയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് രേണുവിനോടുള്ള ആളുകൾക്ക് ഈ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആ സപ്പോർട്ട് ഇപ്പം പോയി കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ സപ്പോർട്ട് ചെയ്ത വായിൽ നിന്ന് തന്നെ വിമർശിക്കാനും കൂടെ ഇടയാക്കി വെച്ചിട്ടുണ്ട്. രേണു കാരണം ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വരുമ്പോൾ ഇനി എന്തൊക്കെ സംഭവങ്ങളാണ് എന്നുള്ള കാര്യം വന്നു കഴിയുമ്പോൾ അറിയാം. ഏതായാലും വരുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ഒരുപാട് കണ്ടൻറ്റുകൾ ഇട്ട് തരുന്നുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.